ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കിടിലൻ ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഹോർലിക്സ് ആയിക്കോട്ടെ, ബൂസ്റ്റ്, അങ്ങനത്തെ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ നമ്മളിപ്പോൾ ഒരു ബോട്ടിലിൽ നിന്ന് വേറൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ബോട്ടിലല്ലാതെ നമ്മൾ പാക്ക് അവൈലബിൾ ആണ്. ആ പാക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കാറുണ്ട്. കുറച്ച് യൂസ് ചെയ്ത് പകുതി ആകുമ്പോഴേക്കും എന്താവും, ഫുൾ കട്ടയാവാൻ സാധ്യതയുണ്ട്. പിന്നെ വലിയൊരു കട്ട പോലെ ആവും, പിന്നെ അത് വേസ്റ്റ് ആവും. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. എനിക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പാൽ പൗഡർ ആണെങ്കിലും നമ്മൾ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്ന സമയത്ത് അത് കട്ടയാവാറുണ്ട്. ഇല്ല, സെയിം ബോട്ടിലാണെങ്കിൽ കൂടി കട്ടയാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് നോക്കൂട്ടോ, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഞാനിതിപ്പോൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റിന് ഞാൻ ഹോർലിക്സിൻ്റെ ഡപ്പയാണുള്ളത്. ബൂസ്റ്റിൻ്റെ പാക്കറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ബോട്ടിലായിട്ടല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോർലിക്സ് വാങ്ങിയതിൻ്റെ ബോട്ടിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബൂസ്റ്റിൻ്റെ പാക്കറ്റിനെ പൊട്ടിച്ചിട്ട് ഹോർലിക്സിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം യൂസ് ചെയ്ത ബോട്ടിലാണ്. ഇതാ കുറേ യൂസ് ചെയ്ത് ലാസ്റ്റ് വരെ നോക്കിയിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കണ്ടില്ലേ, ചുറ്റും നന്നായിട്ട് ആയിട്ടുണ്ട്. യൂസ് ചെയ്ത് വരുന്നതാണ്. ഒരു മാസത്തിന് മേലേക്ക് ആയിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മാസമല്ല, കൂടുതലായി. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചല്ലേ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ, രാവിലെയും വൈകിട്ടൊക്കെ തന്നെയല്ലേ യൂസ് ചെയ്യുള്ളൂ. അതും ഓരോ സ്പൂണൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലോട്ട് നോക്കൂ. ഇതാ കണ്ടോ, കാണുന്നുണ്ടോ? ഇതാ ഒരു സ്റ്റീൽ സ്പൂൺ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ സ്റ്റീൽ സ്പൂണാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതാ നോക്കൂ, കട്ടയായിട്ടില്ല. അതാ ചുറ്റും കണ്ടാൽ അറിയാം യൂസ് ചെയ്തതാണെന്നുള്ളത്. കട്ടയേ ആയിട്ടില്ല. കണ്ടില്ല, നമ്മൾ മുകളിൽ നിന്ന് ഇത്രയും യൂസ് ചെയ്തിട്ടും ഒരു തരി പോലും കട്ട അതിൽ വന്നിട്ടില്ല. സ്റ്റീൽ സ്പൂണ് നമ്മൾ ആ ഒരു സ്പൂണ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ പാലിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു സ്പൂണ് ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ പാൽ പൗഡറൊക്കെയാണ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ എടുക്കുക, അതിലിടുക, വീണ്ടും ആ സ്പൂൺ അതിൽ തന്നെ ഇട്ട് വെക്കുക. പാലും അല്ലെങ്കിൽ ഈ ഇതൊന്നും ഇളക്കരുത് കേട്ടോ. ഈ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ യൂസ് ചെയ്യരുത്. ഈ ബോട്ടിലിൽ മാത്രം ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്തു നോക്കൂ, ഒരിക്കലും കട്ടയാവില്ല കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഇതാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇതാ നോക്കൂ, ഇതിപ്പോൾ സ്പൂൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടോ. നമുക്ക് ഒരു മിനിറ്റ് സ്പൂൺ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതാ ഒരു തരി പോലും നമുക്കിതിൽ കട്ടയായിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, തീർച്ചയായും സക്സസ്ഫുൾ ആവും. കാരണം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സ്പൂണ് മാറ്റി വേറെ സ്പൂൺ ഇടരുത്. ഒരു സ്പൂൺ നമ്മളിപ്പോൾ അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പൂൺ തന്നെ അത് കഴിയുന്നവരെയും എടുക്കുക കേട്ടോ. അതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ പാലിൽ അതിലൊന്നും ഇട്ട് ഇളക്കുന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഇത് എടുക്കുന്നു, അതിലോട്ട് ഇടുന്നു, ഗ്ലാസ്സിലോട്ട് ഇടുന്നു. പിന്നെ ഇളക്കാൻ നമ്മൾ വേറെ സ്പൂണാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പൂണ് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കില്ല, ഉറപ്പാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആയതാണ്. എന്താ കണ്ടില്ലേ, പ്ലാസ്റ്റിക് ഒന്നും വേണ്ട. ഇതാ ഒരു സ്റ്റീൽ സ്പൂണ് ഇട്ട് വെച്ചാൽ മതി. നിങ്ങളുടെ സൗകര്യം പോലുള്ളൊരു സ്റ്റീൽ സ്പൂൺ എടുക്കുക, ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ളവരെല്ലാം ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.